നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ടുഡേസ് ഡിബേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ, എംപിമാർ, MLA മാർ എന്നിവർ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരം കേരളത്തിൻ്റെ പൊതുവായ വികാരം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഈ സമരത്തിൽ UDF പങ്കെടുക്കുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിക്ക് കേരള സർക്കാരും ഉത്തരവാദിയാണ് എന്നാണ് UDF പക്ഷം. ലഭിക്കേണ്ട ന്യായമായ കേന്ദ്രവിഹിതം തടയുമ്പോൾ പ്രതിഷേധിക്കുന്നത് ന്യായമല്ലേ? അതിൽ കക്ഷി രാഷ്ട്രീയം കൂട്ടിക്കലർത്തേണ്ടതുണ്ടോ? ഈ വിഷയമാണ് ടുഡേസ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിഥികൾ മുൻ MP-യും CPIM നേതാവുമായ ഡോക്ടർ A. സമ്പത്ത്, കോൺഗ്രസ് വക്താവ് ശ്രീ ഹെൻറി ഓസ്റ്റിൻ എന്നിവർ. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, കേന്ദ്രത്തിനെതിരെ ഒരു സമരം, കേരളത്തിന് അർഹമായത് ലഭിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാൻ UDF തയ്യാറാകുന്നില്ല, ശരിയാണോ? താങ്കളുടെ ഇപ്പോഴാണ് ചോദ്യം കേട്ടത്. ഇതില് വളരെ ക്ലിയർ ആയിട്ട് UDFന്റെ ഒരു സ്റ്റാൻഡ് മുഖ്യമന്ത്രി UDFനെ വിളിച്ച് സംസാരിച്ചിരുന്നു. യോജിച്ചൊരു സമരം ഡൽഹിയിലെ കേന്ദ്രത്തിനെതിരെ നടത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷെ ഇതിന്റെ കാര്യങ്ങളിൽ അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് UDFൽ ചർച്ച ചെയ്ത് അതിനൊരു മറുപടി കൊടുക്കാമെന്നാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഏകദേശം ഏകപക്ഷീയമായിട്ട് തന്നെ ഇതിന്റെ സമരത്തിന്റെ തീയതി LDF പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതൊരു രാഷ്ട്രീയ മര്യാദ അല്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, UDFൽ ഇത് ചർച്ച ചെയ്തപ്പോൾ അതിനൊരു തീരുമാനം കൈക്കൊണ്ടത്, ഇത് ഈ സമയത്ത് ഇപ്പൊ ഇത്രയും വർഷം ഇതൊരു 2 വർഷം ഈ സർക്കാർ പിന്നിടുമ്പോ ഇതിനു മുമ്പും ധനകാര്യ കെടുകാര്യസ്ഥതയും അതേപോലെയുള്ള ഈ വിഷയത്തില് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം ഹെൻറി, പറഞ്ഞോളൂ. ഈ വിഷയത്തില് UDFന് ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ട്. അതേസമയം തന്നെ സർക്കാർ ഇതിന്റെ ഒരു ടൈമിങ്, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം വരാനിരിക്കുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു സമരം നടത്തുന്നതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ് സർക്കാരിന്റെ എന്നുള്ളത് കൊണ്ടാണ് UDFന് ഈ സമയം യോജിച്ചുള്ള സമരത്തിന് താല്പര്യമില്ല. കാരണം ചില കാര്യങ്ങളിൽ സർക്കാർ നിലപാടുകളോട് ഒത്തു നിൽക്കുമ്പോൾ തന്നെ ഇതേ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളില് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളും കൂടി ഇതിന്റെ അകത്ത് UDFനുണ്ട്. ശരി ഹെൻറി ഓസ്റ്റിൻ, ശ്രീ ഹെൻറി ഓസ്റ്റിൻ, എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ ഈ കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ UDFന് യോജിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണ്? അതില് പ്രധാനപ്പെട്ട കാര്യം പറയാം. 14ാം ധനകാര്യ കമ്മീഷനിൽ 2.5% സംസ്ഥാന വിഹിതമായിട്ട് കേരളത്തിൽ ലഭിച്ചത്. പക്ഷെ 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വരുമ്പോൾ 1.925% ആണ്. അതായത് 2% താഴെയായിട്ട് നമ്മുടെ വിഹിതം കുറഞ്ഞിട്ടുണ്ട്. ഇത് ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ഒരു വിതരണം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഈ കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനോട് യോജിപ്പാണുള്ളത്. കാരണം ഞങ്ങളും കേന്ദ്ര തലത്തില് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ജനസംഖ്യ അനുസരിച്ച് നമ്മളുടെ വിഹിതം കുറക്കുമ്പോൾ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണം അത്രത്തോളം കൃത്യമായി നടത്താത്ത സംസ്ഥാനങ്ങൾ അതിന്റെ മേന്മ അവർക്ക് കിട്ടുകയാണ്. അതേസമയം ജനസംഖ്യാ നിയന്ത്രണം നടത്തി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഈ ധനകാര്യ കമ്മീഷന്റെ വിഹിതം നിശ്ചയിക്കുമ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഷെയർ ആണ് ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കിട്ടുന്നത്. അത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് കേരളത്തെ പോലുള്ള നല്ല ഒരു ജനനിയന്ത്രണം നടത്തുന്ന ഒരു സംസ്ഥാനത്തിന് നെഗറ്റീവ് ആയിട്ടാണ് അത് ബാധിക്കുന്നത്. ആ കാര്യത്തിൽ നമുക്ക് യോജിപ്പാണ്. ശരി ഹെൻറി, നമുക്കൊരു തീയതി നിശ്ചയിച്ചതിന്റെ പിന്നിൽ അല്ലെങ്കിൽ തീയതി നിശ്ചയിച്ചത് നിങ്ങളുമായി ആലോചിച്ചില്ല എന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചെറിയ വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു വലിയ വിഷയം താങ്കൾ തന്നെ പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന വലിയ വേർതിരിവിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അപ്പം ആ ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് യോജിപ്പിന്റെ ഒരു മേഖല ഞാനിവിടെ താങ്കൾ ചോദിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയതാണ്. കാരണം ഇതിന്റെ കാൽക്കുലേഷൻ നടത്തുന്നതിലുള്ള അപാകത അത് നമുക്ക് യോജിപ്പുള്ളൊരു മേഖലയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 7 വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ഇവിടുത്തെ ധനകാര്യ മാനേജ്മെന്റ് വളരെ വികലമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റ് ആണ് സംസ്ഥാനത്ത് അനുവർത്തിച്ചു വരുന്നത്. നമുക്ക് GST റെജീമിലേക്ക് നമ്മൾ മാറി. GST റെജീമിലേക്ക് മാറുമ്പോൾ അതിനനുപാതികമായിട്ട് നമ്മുടെ ധനകാര്യ മാനേജ്മെന്റും നികുതി പിരിവിന്റെ സംവിധാനങ്ങൾ പരിഷ്കരിക്കേണ്ടതായിരുന്നു. നമ്മളത് ചെയ്തിട്ടില്ല. ഇപ്പോഴും ക്യാമറ ഉപയോഗിച്ച് E-way ബില്ലിനെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങോട്ട് കടന്നു വരുന്ന B2B കസ്റ്റമേഴ്സ്, ബിസിനസ് ടു ബിസിനസ് ബില്ലില്ലാതെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ നടക്കുന്നുണ്ട്.
അതുപോലെ B2C ഡയറക്റ്റ് കമ്പനി ടു കസ്റ്റമർ നടക്കുന്നുണ്ട്. അത്രയും വലിയ തോതിലുള്ള വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ GST റെജീമിൽ ഹെൻറി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഹെൻറി, താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ എ സമ്പത്ത്, വളരെയധികം പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളാണ് LDFനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ശ്രീ ഹെൻറി ഓസ്റ്റിൻ അല്ലെങ്കിൽ കോൺഗ്രസ് UDF ഒക്കെ പുറത്തേക്ക് വെക്കുന്നത്. അവർ ഈ സമരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു സംയുക്ത സമരമായിരുന്നു ലക്ഷ്യം വെച്ച സർക്കാർ. പക്ഷേ അതിൽ UDF പിൻവാങ്ങിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, തീയതി ആലോചിച്ച കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ലാത്ത ഒരു തീരുമാനമായി പോയി എന്നൊക്കെയാണ് ചില ആരോപണങ്ങൾ ശ്രീ ഹെൻറി ഓസ്റ്റിൻ മുമ്പോട്ട് വയ്ക്കുന്നത്. എന്താണ് വിവേഷ്? ഒന്ന്, ഇപ്പോൾ ഇവിടെ ശ്രീ ഹെൻറി ഓസ്റ്റിൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളിൽ പൊതുവിൽ യോജിപ്പുള്ള കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് ഇതിൻ്റെ രാഷ്ട്രീയമായ ചില വിഷയങ്ങളിലുള്ള വിയോജിപ്പാണ്. സ്വാഭാവികമായും ഞാൻ CPIMൻ്റെ പ്രതിനിധിയും അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയുമായിരിക്കുമ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയമായ വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതിൽ നമുക്കാർക്കും അതിലൊരു തർക്കമില്ല, കാരണം അത് രാഷ്ട്രീയമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ് വിവേഷ്. കാരണം ഈ യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണഘടന അത് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഭാഗം പാർട്ട് 11 ദി റിലേഷൻസ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് എന്നുള്ളതിൽ അതിലെ ചാപ്റ്റർ 1 ലെജിസ്ലേറ്റീവ് റിലേഷൻസാണ്. പലപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുന്നതിന് രാഷ്ട്രീയ ഗൂഢോദ്ദേശത്തോടു കൂടി അത്തരത്തിലുള്ള ചില ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി അനുച്ഛേദം 356 അടക്കം ദുരുപയോഗപ്പെടുത്തുന്നത്, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇന്ത്യയിൽ പലപ്പോഴും നടന്നിട്ടുള്ളത് ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ ഉപജാപങ്ങളുടെ മുട്ടകൾ വിരിയിക്കാനുള്ള കേന്ദ്രങ്ങളായി പല രാജ്ഭവനുകളും ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളത്. ചാപ്റ്റർ 2 എന്നുള്ളത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ആണ്. യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ഭരണപരമായ അത്തരത്തിലുള്ള ഈ ബന്ധങ്ങളിൽ അതിൽ സിവിൽ സർവീസ് നമ്മൾ IAS IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ താഴേക്ക് 2 ഡസൻ ആ ശ്രേണികളിൽ വരുന്നവരുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിൽപ്പെടുന്നതാണ്. ഞാൻ സമയച്ചുരുക്കം കൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. പാർട്ട് 12 എന്നുള്ളത് 12ാം ഭാഗം എന്നുള്ളത് ഫൈനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട്സ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈ അനുച്ഛേദം 245 മുതൽ അനുച്ഛേദം 293 വരെയുള്ള കാര്യങ്ങളിൽ അതിൽ തന്നെ ഈ നമ്മുടെ പാർട്ട് 12ൻ്റെ ചാപ്റ്റർ 2 ബോറോയിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ ശ്രീ ഹെൻറി ഓസ്റ്റിൻ ആയിരുന്നാലും സമ്പത്തായിരുന്നാലും വിവേഷായിരുന്നാലും മറ്റാരെങ്കിലും ചർച്ചയിൽ പങ്കെടുത്തിരുന്നാലും ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവാനിടയില്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ കടമെടുക്കാനായി കഴിയുമെന്നുള്ളതും ഇന്ത്യ ഗവൺമെൻറ്റിന് കടമെടുക്കാൻ കഴിയുന്നതും സംബന്ധിച്ച് സുവ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ബഡ്ജറ്റിൽ വിവിധ സംസ്ഥാനങ്ങൾ പാസ്സാക്കിയിട്ടുള്ള ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളതും ബഡ്ജറ്റ് ഇതര അത്തരത്തിൽ ഉള്ള അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് കടമെടുക്കാൻ കഴിയുന്നതും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ, ഞാനിവിടെ ഹെൻറി ഓസ്റ്റിൻ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. ആ യോജിപ്പ് എന്താണെന്നറിയോ? കേരളം പല കാര്യങ്ങളിലും നാം നേടിയിട്ടുള്ളൊരു പുരോഗതിയുണ്ട്. ആ പുരോഗതിയുടെ കാരണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ LDFും UDFും മാത്രമല്ല, നമ്മൾ ഈ നാട്ടിലെ ജനത, നമ്മുടെ മുൻകാല തലമുറയിൽപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെയും എൻ്റെയും പ്രപിതാമഹന്മാരുടെ കാലത്തു നിന്ന് തന്നെ തുടങ്ങിയതായിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. അത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തും നേടിയിട്ടുള്ള നേട്ടങ്ങൾ മുതൽ ഇങ്ങേറ്റം സാമൂഹ്യ സുരക്ഷാ രംഗത്ത്, സാമൂഹ്യക്ഷേമ രംഗത്തുള്ള കാര്യങ്ങളിൽ വരെ. ഇവിടെ ഇന്നിപ്പോൾ എന്താ പറ്റിയിട്ടുള്ളത്? ഇന്നത്തെ പ്രധാനപ്പെട്ട നിരവധി പത്രങ്ങൾ, ഒന്ന് ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്നത്തെ കേരള കൗമുദിയാണ്. RBI വ്യവസ്ഥ വികസനം കുടുങ്ങും, സർക്കാർ ഗ്യാരണ്ടിക്ക് നിയന്ത്രണം, ഗ്യാരണ്ടി വർഷം 5000 കോടിക്ക് മാത്രം എന്നത് ഇന്നത്തെ കേരള കൗമുദി ദിനപത്രത്തിൽ പറയുകയാണ്. എവിടേക്കാണ് ഇത് കുടുങ്ങുന്നത്? KSFയുടെ കാര്യത്തിൽ അത് മുതൽ ഈ പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ വരെ ഉള്ളവർ എടുക്കുന്നതായിട്ടുള്ള വായ്പകളെ സംബന്ധിച്ച് ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തേണ്ടതും ജനങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയാണ് കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്. എങ്ങനെയാണ് നമുക്കിതിനോട് യോജിക്കാൻ കഴിയുക? നിലപാട് ഒന്നുകിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത്, ഒന്നുകിൽ കരയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ, രണ്ടിടത്തുമായും രണ്ട് വള്ളത്തിലും കാലൂന്നി നമുക്കിവിടെ കഴിയില്ല. കേരളത്തിൻ്റെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമാണ്. നമ്മളെ മുക്കിക്കൊല്ലാനാണ് ഇന്ത്യ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. നാം നേടിയിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് പോരായ്മയായി അവർ കാണുകയാണ്. ശരിയാണ്. ഡോക്ടർ സമ്പത്ത്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ഡോക്ടർ സമ്പത്തിൻ്റെ ഒരു വിശദീകരണം താങ്കൾ കേട്ട് കഴിഞ്ഞു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രത്തിന് എന്തുമാകാം,
അതേസമയം സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വിരുദ്ധമായി നിൽക്കുന്ന പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക് വന്നാൽ അവർക്ക് മറ്റൊരു നിയമം. അപ്പം ഇത്തരം കടുത്ത വിവേചനങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി അതിനെതിരെ പ്രതിഷേധിക്കുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ അവിടെ ഒരു തീയതിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയൊരു പ്രശ്നം പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമല്ലേ ശ്രീ ഹെൻറി? ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ഈ രാഷ്ട്രീയ മര്യാദയുടെ കാര്യമാണ് സൂചിപ്പിച്ചത്. അത് ഒരു ചെറിയ കാര്യമാണ്, അതല്ല ഇവിടുത്തെ വിഷയം. ഇത് രണ്ട് തലങ്ങളിലാണ് UDF ഇതിനോട് എതിർപ്പുള്ളത്. ഒന്ന്, സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഇവിടെ നടത്തി വന്നിരുന്ന ധനകാര്യ മാനേജ്മെന്റ്, നമ്മൾ അതിന്റെ കണക്കുകൾ ഒന്ന് പരിശോധിക്കണ്ടേ? ഇതിന്റെ ഒരു ഫിസ്ക്കൽ എഫിഷ്യൻസി, നമ്മളുടെ ഒരു ബഡ്ജറ്റ് മാനേജ് ചെയ്യുന്നത്, നമ്മളുടെ വിഭവങ്ങൾ സമാഹരിക്കുന്നത്, 2 തരത്തിലാണല്ലോ നമുക്ക് വരുമാനം കിട്ടുന്നത്. ഒന്ന്, നമ്മൾ നികുതി സമാഹരിക്കാനായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള നികുതി പിരിക്കാനുള്ള സംവിധാനം. 2, നമുക്ക് കടമെടുപ്പ്. ഇങ്ങനെയാണ് 2 സ്രോതസ്സുകളിലൂടെ നമുക്ക് വരുമാനം സർക്കാരിനുള്ളത്. ഈ കടമെടുക്കുന്നതിന് ഒരു പരിധി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അത് 3% ആണ്. GSDP-യുടെ 3%. അത് കോവിഡ് കാലഘട്ടത്തിൽ ചെറിയൊരു ഇളവ് നൽകി. അപ്പൊ നമ്മൾ 3.95% വരെ കേരളത്തിന്റെ കടമെടുപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണക്കുകൾ അബ്സല്യൂട്ട് ടേംസിൽ നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം ഒഴിയുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 1,65,000 കോടിയാണ്. അത് സഞ്ചിത കടമാണ്. 65 വർഷം കൊണ്ട് നമ്മൾ 1950 മുതൽ 2016 ഏകദേശം 65 വർഷം കൊണ്ട് ഉണ്ടാക്കിയ കടമാണ് 1,60,000 കോടി രൂപ എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമ്മുടെ കടമെന്ന് പറയുന്നത് ഇന്ന് 4 ലക്ഷം കോടിയുടെ അടുത്താണ്. അതായത് 65 വർഷം കൊണ്ട് ഈ സംസ്ഥാനം എടുത്ത കടത്തേക്കാൾ കൂടുതൽ കടം ഈ 7 വർഷം കൊണ്ട് കേരളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നികുതി സമാഹരണത്തിന് എഫിഷ്യന്റ് ആയിട്ട് നികുതി കളക്ട് ചെയ്യാനുള്ള മെക്കാനിസം IGST വകുപ്പിൽ തന്നെ ഇപ്പൊ GST റെജിം വന്നപ്പോൾ നമുക്ക് അന്തർ സംസ്ഥാന ഇടപാടുകൾ അതിലൊക്കെ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. നമ്മൾ 80% ഐറ്റംസും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഏറ്റവും കൂടുതൽ IGST കിട്ടും, ഏറ്റവും കൂടുതൽ ചരക്ക് സേവനത്തിന് ഉപഭോക്താവ് ആകേണ്ട വരുമാനം ലഭിക്കേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. IGST പ്രോപ്പറായി പിരിക്കാത്തത് കൊണ്ട് മാത്രം 30,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് 7 വർഷം കൊണ്ടുണ്ടായിട്ടുണ്ട്. GST മെക്കാനിസം വരുമ്പോൾ നമ്മുടെ ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റുകൾ നവീകരിക്കാനും അതേപോലെ തന്നെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് 700 എംപ്ലോയീസ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ GST വകുപ്പിലുണ്ട്. അവരൊരു പണിയില്ലാതെ ഇരിക്കുകയാണ്. അവരുടെ നികുതി പിരിവ് അതിന്റെ അതേപോലെ തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന KVAT സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന നികുതികളുടെ കേസുകൾ, അതിനൊക്കെ ഒരു ഫെയർ ആയിട്ടൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി ചെയ്താൽ അവിടെയും കിട്ടും 1000 കോടി രൂപ. പക്ഷെ ഇതിനൊന്നും പ്രായോഗികമായ ഒരു സമീപനം എടുക്കുക. ഇത് പലവട്ടം കഴിഞ്ഞ ബഡ്ജറ്റിന് മുമ്പ് ധവളപത്രം UDF ഇറക്കിയപ്പോൾ കേരളത്തിന്റെ ക്രമാതീതമായിട്ടുള്ള കടമെടുപ്പിനെ സംബന്ധിച്ചും അത് പരിധി വിടുന്നതിനെ സംബന്ധിച്ച്, അതേപോലെ നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസസ് പഞ്ചാബ് ഹെൻറി, എനിക്ക് ഒരൊറ്റ ചോദ്യം മാത്രം. ഹെൻറി ഇടയ്ക്ക് കയറുന്നതല്ല, ഒരൊറ്റ ചോദ്യം മാത്രം. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി നിങ്ങൾ ചർച്ച ചെയ്യുന്നു, ഓക്കെ. അതോടൊപ്പം കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധി നമ്മളൊന്ന് ഈ ഘട്ടത്തിൽ ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? കാരണം കേന്ദ്രം എടുക്കുന്ന കടമെടുപ്പ് പരിധിക്ക് യാതൊരു നിശ്ചയവുമില്ല, ഒന്നുമില്ല. അതേസമയം മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കടമെടുക്കുന്നത് നമ്മൾ സ്വാഭാവികമായും വികസന കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണല്ലോ, അല്ലെങ്കിൽ കേരളത്തിന്റെ പലതരത്തിലുള്ള വികസന പ്രശ്നങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അത് നമ്മൾ കുറച്ച് കാണേണ്ടതുണ്ടോ? അല്ല, അതില് നമ്മൾ കടമെടുക്കുന്ന രീതിയിൽ നമ്മൾ ഇച്ചിരി ഓവർ സ്മാർട്ട്നെസ് കാണിച്ചു കേരളം. അത് നമ്മൾ അംഗീകരിക്കണ്ടേ? കാരണം വെച്ചാല് സർക്കാർ ഞാൻ കടമെടുക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട്. എനിക്ക് ബാങ്കുകൾ കടം തരുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ ഞാൻ എന്റെ മകന്റെ പേരിൽ കൂടി ഞാൻ കടമെടുത്തിട്ട് പറയാം ഞാൻ ആ കടം കൂടി അടക്കാമെന്നാണ് പറയുന്നത്. അതേ മാതൃകയാണ് കിഫ്ബിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫണ്ടിനും ഒക്കെ സർക്കാർ കടമെടുത്ത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ സമ്പത്ത്, ഇവിടെ ഹെൻറി ഓസ്റ്റിൻ പറഞ്ഞത് കേരളം ഒരു അല്പം ഓവർ സ്മാർട്ട് ആണെന്നാണ് പറയുന്നത്. കടമെടുക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ഓവർ സ്മാർട്ട് ആണെന്നുള്ള രീതിയിലാണ് ഹെൻറി ഓസ്റ്റിന്റെ ഒരു ആരോപണം. ശരിയാണോ? അല്ലാതെ അദ്ദേഹം ഈ സാന്ദർഭികമായി ഉപയോഗിച്ച ഒരു പദത്തെ ചൊല്ലി മാത്രം ഞാനൊരു തർക്കത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ഒരു കാര്യം ഇന്ത്യ ഗവൺമെൻറ് പോലും സമ്മതിക്കുന്നതായ ഒരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഷിക തൊഴിലാളികൾക്ക് പ്രതിദിന വേതനം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കാർഷികേതര മേഖലയിൽ, അസംഘടിത മേഖലയിലും ഇന്ത്യയിലെ ശരാശരി ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ഒരു സാധാരണ തൊഴിലാളിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടിയാണ് കേരളത്തിൽ ലഭിക്കുന്നത്. കേരളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആ അധികാരങ്ങൾ എടുത്തു കളഞ്ഞ് സംസ്ഥാനമെന്ന ആ പദവി പോലും ഇന്ത്യ ഗവൺമെൻറ് നഷ്ടപ്പെടുത്തിയ ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വരുമാനം, പ്രതിശീർഷ വരുമാനം ഈ വിധത്തിൽ കൂലിവേലയ്ക്ക് പോകുന്നവർ അവർ കാർഷിക മേഖലയിലും കാർഷികേതര മേഖലയിലും ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ, ഒന്ന് ഗുജറാത്തും താഴെ നിന്ന് മുകളിലേക്ക്, മറ്റത് മധ്യപ്രദേശുമാണ്. അപ്പോൾ അവർ ഇപ്പോൾ സ്മാർട്ടല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഈ കാര്യത്തെ സംബന്ധിച്ച് കേരളം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സ്മാർട്ടാണ് എന്ന് പറയുമ്പോൾ ശരിയാണ്, അത്തരത്തിൽ കേരളം സ്മാർട്ടാവുക തന്നെ വേണം.
നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളടക്കം ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്നവരാണല്ലോ ഹെൻറി. നമ്മൾ യാത്ര ചെയ്തിട്ട് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരു നേരത്തെ അന്നത്തിനായി വന്ന് കൈനീട്ടുന്ന ആളുകളെ ഈ കേരളത്തിന് പുറത്ത് നമ്മൾ വ്യാപകമായി കാണുകയും നമ്മുടെ ഈ നാട്ടിൽ വരുമ്പോൾ അതില്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ നാം നേടിയിട്ടുള്ള നേട്ടങ്ങൾ അതൊരു ഓവർ സ്മാർട്ടാണ് എന്നൊരു പട്ടികയിലാണോ പെടുത്തേണ്ടത്? വിവേഷ് ഒന്ന് വേറൊന്നു കൂടി ആലോചിക്കൂ. ഇവിടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രം മാതൃഭൂമി പത്രത്തിൻ്റെ തലക്കെട്ട് കുതിക്കും തടസ്സമില്ലാതെ എന്നാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ 7 മണിക്കൂറിലെത്താമെന്ന വാർത്തയിൽ പറയുന്ന ഈ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രമാണ് ഈ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് 25% തുക ഇന്ത്യ ഗവൺമെൻറ്റിന് നൽകേണ്ടി വരുന്നത്. എന്തുകൊണ്ടായത്? ഈ കേരളം ഇന്ത്യ എന്ന ഈ രാഷ്ട്രത്തിൻ്റെ ഭൂപടത്തിലെ ഒരു സംസ്ഥാനമല്ല ഇത്. ഈ പുറമ്പോക്കിലെ അവറാനാണോ? അങ്ങനെ ഒരു പദം ഞാൻ ഉപയോഗിച്ചതിൽ ക്ഷമിക്കണം. എന്താ ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടേതായ ഒരു നാടാണോ? നമ്മളൊരു ആഭ്യന്തര കൊളോണിയലിസത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന BJPയുടെ ചങ്ങാതിമാരടക്കം ഉണ്ടാവാം. അറിയേണ്ടുന്ന കാര്യം, ഇന്ത്യ മുമ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതിനുശേഷം അത് വൈസ്രോയുടെ കീഴിലായിരുന്നത് പിന്നീട് ക്രൗണിൻ്റെ ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ കീഴിലാവുകയും ചെയ്തത് നാം കോളനി വാഴ്ചക്കെതിരായി നടത്തിയ പോരാട്ടം, ആ മഹത്തായ പോരാട്ടത്തിൽ മഹാത്മാഗാന്ധി അടക്കം വഹിച്ച പങ്ക്, ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും എല്ലാം വഹിച്ച പങ്ക്, ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു പങ്കാളിത്തവും ഇല്ലാത്ത ഒരു കൂട്ടർ എന്ന് ചരിത്രത്തെ അടക്കം തിരുത്തി എഴുതാനും ഈ രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും കൈയാളാനും അത്തരത്തിൽ ശ്രമിക്കുമ്പോൾ സമ്പത്ത് മുഴുവനും പണം മുഴുവനും പ്രകൃതി വിഭവങ്ങൾ മുഴുവനും അധികാരങ്ങൾ മുഴുവനും ഒരുപടി കോർപ്പറേറ്റ് കുടുംബങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാനൊന്ന് പറയട്ടെ, ഇപ്പം നമ്മുടെ ഈ സമയം തീരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തിയത് എവിടെയാണ്? സാമൂഹ്യനീതി അവിടെയാണല്ലോ. നമ്മൾ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആ വിധത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കപ്പെട്ടാൽ സാമൂഹ്യനീതി അപ്രത്യക്ഷമാകും. ഒരു സംശയമില്ലല്ലോ, ഹെൻറിക്കും സംശയമില്ലല്ലോ, എനിക്കും സംശയമില്ല ആ കാര്യത്തിൽ. നമ്മൾ ഈ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യയിൽ ഭരണഘടനാപരമായി തന്നെ അനുവദനീയമായിട്ടുള്ള അവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെയും അത്തരത്തിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആ അവകാശങ്ങൾ ഏത് പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കപ്പെട്ടാലാണ് അവിടെ അത് നിലനിൽക്കുക? ഇത് മുഴുവനും ഇറ്റ് ഗോസ് ഇൻ ടു ദ ഡ്രെയിൻ എന്നുള്ള നിലയിലാണ് അല്ലേ? അപ്പോൾ ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ ഉദ്യോഗങ്ങൾ, കേരളത്തിൽ ഈ നിയമനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നിയമനങ്ങളെ നടത്തുന്നില്ല. ശരി, ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ ലക്ഷക്കണക്കിന് വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇന്ത്യൻ പട്ടാളത്തിൽ വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുന്നു. കരാർ അടിസ്ഥാനത്തിൽ പട്ടാളത്തിൽ നിയമനം നടത്തുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ശരിയെന്ന്, നമ്മൾ തെറ്റാണെന്ന്, നമ്മൾ ഓവർ സ്മാർട്ടാണ് എന്ന് പറയുന്നത്. ഡോക്ടർ സമ്പത്ത് വളരെ കൃത്യമായ താങ്കളുടെ വേർഷൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് ഹെൻറിയിലേക്ക് തിരിച്ചെത്തണം. ശ്രീ ഹെൻറി, നമുക്കറിയാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ ധനകാര്യ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കടമെടുപ്പിൻ്റെ പരിധി നിശ്ചയിക്കുന്ന വിഷയം വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായി നീതി ആയോഗിൻ്റെ ചില CEO പുറത്തുവിട്ട ചില വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് ഫണ്ട് നൽകുന്നതിൽ ഇടപെടുന്നൊരവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള വളരെയധികം കടുത്ത പ്രശ്നങ്ങളിലൂടെ ഒരു സംസ്ഥാനം മുമ്പോട്ട് പോകുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ പ്രശ്നം ഡൽഹിയിൽ നേരിട്ടെത്തി നമ്മുടെ MP-മാരും MLA-മാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുമ്പോൾ അതല്ലേ ഒരു ശരിയായ രീതി? അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കോൺഗ്രസ് മറ്റെന്ത് നടപടികളായിരിക്കാം അല്ലെങ്കിൽ എന്ത് സമരമുറയാണ് കേന്ദ്രത്തിനെതിരെ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത്? ഇവിടെയാണ് നമുക്കൊരു വിയോജിപ്പുള്ളത്. ഇപ്പൊ ഞാന് ഡോക്ടർ സമ്പത്ത് വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർലമെന്റേറിയനും വളരെ പാകതയോടുകൂടി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല, നമ്മൾ പറയും. പക്ഷെ ഇതില് എന്തുകൊണ്ട് കേരളം ഇവിടെ എത്തി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ കടമെടുപ്പ് പരിധിയിലെ ഈ ഒരു ഞെരുക്കം എന്തുകൊണ്ട് കേരളം അനുഭവിക്കുന്നു? ഇന്നിപ്പോ പ്ലാൻ ഫണ്ടിൽ പോലും, ഇപ്പൊ ഞാനൊരു കോർപ്പറേഷൻ കൗൺസിലറാണ്. ഞങ്ങളുടെ പ്ലാൻ ഫണ്ടിന്റെ 3 വിഹിതങ്ങളാണ്. അതിൽ 2ാം വിഹിതം ഓഗസ്റ്റിൽ തരേണ്ടത് ഈ ഡിസംബറിലാണ് തന്നത്. ഇനി 3ാം വിഹിതം മാർച്ചിലെ ഇത് കഴിയുമ്പോൾ പദ്ധതി നിർവഹണം നടത്തേണ്ട മാസങ്ങളിലൊന്നും ഫണ്ടില്ലാതെ ഇവിടെ ഒരു പരിപാടി ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഞെരുക്കത്തിലാണ് കേരളം. ഇത് എങ്ങനെ നമ്മളിവിടെ എത്തി? അത് കേന്ദ്രത്തിന്റെ മാത്രം കുഴപ്പമാണോ? ഇവിടെ കേരളത്തിന്റെ കടമെടുപ്പിന്റെ കടം നമ്മൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചിന്ത നമുക്ക് വേണ്ടേ? ഇത് പലതവണ UDF ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ ധനകാര്യ മാനേജ്മെന്റ്, ഫിസ്ക്കൽ മാനേജ്മെന്റിലുള്ള അപാകത തന്നെയാണ് ഇതിന്റെ പ്രശ്നം. കാരണം എന്തുകൊണ്ട് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ടൊരു സാമ്പത്തിക ഞെരുക്കത്തിൽ വന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ 2-3 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, അമിതമായ കടമെടുപ്പിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നികുതി സമാഹരണത്തിലും ആ നികുതി പിരിക്കേണ്ട മെക്കാനിസത്തിലുള്ള പരിഷ്കരണങ്ങൾ വേണ്ട രീതിയിൽ വരുത്താതെയും വന്നിട്ടുള്ള നഷ്ടമാണ് നമ്മളുടെ ഈ കാരണത്തിന് കാരണം. കാരണം ഇപ്പൊ നമ്മൾ 3% എന്നുള്ള കടമെടുപ്പ് പരിധി എല്ലാ സ്റ്റേറ്റ്സിനും ബാധകമാണ്.
അതേപോലെ തന്നെ കേരളത്തിന് എന്തുകൊണ്ട് നമ്മൾ ഇപ്പൊ ഞെരുക്കം വരുന്നു? പക്ഷെ അവിടെ കേന്ദ്രത്തിനും ഒരു പരിധി ഉണ്ടല്ലോ ഹെൻറി, കേന്ദ്രത്തിനും ഒരു പരിധി ഉണ്ട്. പക്ഷെ കേന്ദ്രം ആ പരിധി ലംഘിച്ചു പോകുന്നത് നമുക്ക് പ്രശ്നമില്ലേ? നിമേഷ് ഒരു മിനിറ്റ് തരണം, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് നമുക്ക് കഴിഞ്ഞ 5 വർഷം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇനത്തില് ഏകദേശം 56,000 കോടി രൂപയോളം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ GST കോമ്പൻസേഷൻ എടുത്ത് 10,000 കോടി രൂപ കിട്ടും. ഇത് രണ്ടും 2023 അവസാനിക്കുമെന്ന് നേരത്തെ തന്നെ ടൈം ടേബിൾ ഉള്ളതാണ്. നമ്മളും കൂടി എഗ്രി ചെയ്ത ടൈം ടേബിൾ ആണ്. സ്റ്റേറ്റിന്റെ ധനകാര്യമന്ത്രിമാര് ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് അത്. ആ പദ്ധതികൾ അവസാനിക്കുമ്പോൾ അതിന് പകരമായിട്ട് ആ 5 വർഷ കാലയളവില് നികുതി പരിഷ്കരണങ്ങൾ നടത്തി GST റെജിമിലേക്കുള്ള മാറ്റം വരുത്തി അതിന്റെ പിരിക്കാനായിട്ട് ഊർജിതമായി IGST അടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ 80% സാധനങ്ങൾ അന്തർ സംസ്ഥാനത്തു നിന്നും വിദേശത്തു നിന്നും ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുള്ള അപാകത തന്നെയാണ് ഇതിന്റെ പ്രശ്നം. കാരണം എന്തുകൊണ്ട് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ടൊരു സാമ്പത്തിക ഞെരുക്കത്തിൽ വന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ 2-3 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, അമിതമായ കടമെടുപ്പിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നികുതി സമാഹരണത്തിലും ആ നികുതി പിരിക്കേണ്ട മെക്കാനിസത്തിലുള്ള പരിഷ്കരണങ്ങൾ വേണ്ട രീതിയിൽ വരുത്താതെയും വന്നിട്ടുള്ള നഷ്ടമാണ് നമ്മളുടെ ഈ കാരണത്തിന് കാരണം. കാരണം ഇപ്പൊ നമ്മൾ 3% എന്നുള്ള കടമെടുപ്പ് പരിധി എല്ലാ സ്റ്റേറ്റ്സിനും ബാധകമാണ്. അതേപോലെ തന്നെ കേരളത്തിന് എന്തുകൊണ്ട് നമ്മൾ ഇപ്പൊ ഞെരുക്കം വരുന്നു? അവിടെ കേന്ദ്രത്തിനും ഒരു പരിധി ഉണ്ടല്ലോ ഹെൻറി, കേന്ദ്രത്തിനും ഒരു പരിധി ഉണ്ട്. പക്ഷെ കേന്ദ്രം ആ പരിധി ലംഘിച്ചു പോകുന്നത് നമുക്ക് പ്രശ്നമില്ലേ? നിമേഷ് ഒരു മിനിറ്റ് തരണം, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് നമുക്ക് കഴിഞ്ഞ 5 വർഷം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇനത്തില് ഏകദേശം 56,000 കോടി രൂപയോളം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ GST കോമ്പൻസേഷൻ എടുത്ത് 10,000 കോടി രൂപ കിട്ടും. ഇത് രണ്ടും 2023 അവസാനിക്കുമെന്ന് നേരത്തെ തന്നെ ടൈം ടേബിൾ ഉള്ളതാണ്. നമ്മളും കൂടി എഗ്രി ചെയ്ത ടൈം ടേബിൾ ആണ്. സ്റ്റേറ്റിന്റെ ധനകാര്യമന്ത്രിമാര് ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് അത്. ആ പദ്ധതികൾ അവസാനിക്കുമ്പോൾ അതിന് പകരമായിട്ട് ആ 5 വർഷ കാലയളവില് നികുതി പരിഷ്കരണങ്ങൾ നടത്തി GST റെജിമിലേക്കുള്ള മാറ്റം വരുത്തി അതിന്റെ പിരിക്കാനായിട്ട് ഊർജിതമായി IGST അടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ 80% സാധനങ്ങൾ അന്തർ സംസ്ഥാനത്തു നിന്നും വിദേശത്തു നിന്നും ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ GST ബെനിഫിറ്റ് ചെയ്യേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ എന്തുകൊണ്ട് കേരളത്തില് ഏകദേശം 30,000 കോടി രൂപയുടെ നഷ്ടം നമുക്ക് IGST ഇനത്തിൽ വന്നിട്ടുണ്ട്? നമ്മുടെ നികുതി പിരിവ് മെക്കാനിസത്തിന്റെ അപാകത കൊണ്ടല്ലേ? ശരി ഹെൻറി, എന്റെ ചോദ്യം ഹെൻറി സമയപരിമിതി കൊണ്ടാണ് ശ്രീ ഹെൻറി ഓസ്റ്റിൻ പെട്ടെന്ന് സ്വർണവും ബാറ് കച്ചവടം അടക്കമുള്ളതിലേക്ക് പിരിച്ചെടുക്കാനുള്ള നികുതി 1000 കോടി രൂപയുടെ നികുതി പിരിച്ചെടുക്കാനുണ്ട്. എന്തുകൊണ്ട് സർക്കാർ അത് ചെയ്യുന്നില്ല? അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആ വേണ്ടുന്ന രീതിയിലുള്ള നികുതി പിരിവിനുള്ള ആ ഒരു നികുതി സമാഹരണത്തിന് ശ്രദ്ധ ചെലുത്താതെ കടമെടുപ്പ് കൊണ്ട് മാത്രം വികസനം നടത്താവുന്ന ഡെപ്റ്റ് ഫ്യൂൾഡ് ആയിട്ടുള്ള ഒരു വികസന പദ്ധതിയിലൂടെ നമ്മൾ കഴിഞ്ഞ 7 വർഷം പോയതുകൊണ്ടാണ് കടമെടുപ്പ് ഇപ്പൊ ഹെൻറി, എനിക്ക് സമയപരിമിതിയുണ്ട്. ഡോക്ടർ സമ്പത്തിലേക്ക് എനിക്ക് പോകാൻ സാധിക്കില്ല. നമ്മുടെ സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഹെൻറി, ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മുൻപോട്ട് വെക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. കേരളം അഭിമുഖീകരിക്കുന്നത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ പ്രശ്നത്തിൽ UDF ഏതെങ്കിലും ചെറിയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുന്നത്, കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ മാറി നിൽക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ടുഡേസ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു.